ജീവിതത്തിൽ നാളെ ഖബറിൽ, നാളെ മഹ്ശറയിൽ ഒക്കെ രക്ഷ വേണം. പിന്നെ സആദ, സന്തോഷം വേണം. ഇത് രണ്ടും ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ല. സേഫ്റ്റി വേണം, ഹാപ്പിനെസ്, മനുഷ്യൻ സന്തോഷവാനായിരിക്കണം. ഇത് രണ്ടും ലാ തകൂനു ഇല്ലാ ബിത്വാഅത്തിൽ ഖബീർ, സർവജ്ഞാനിയായ എല്ലാം അറിയുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് മാത്രമേ ഇത് ലഭിക്കുള്ളൂ. ഖബീറായ അള്ളാഹു, എല്ലാം അറിയുന്നവനായ, എല്ലാ വിഷയങ്ങളുടെയും പരമമായ അറിവ്. നമ്മളത് പരിചയം എന്ന് പറയും. അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയം എന്ന് പറയേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഇൽമാണ് അള്ളാഹുവിൻ്റെ ഖിബ്റത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ അള്ളാഹുവിനെ അനുസരിക്കൽ കൊണ്ട് മാത്രമേ അനന്തമായ സന്തോഷവും അതുപോലെ രക്ഷയും സലാമത്തും സആദത്തും അള്ളാഹുവിൻ്റെ അനുസരണ കൊണ്ടേ കിട്ടുള്ളൂ. അത് പറയുന്ന ആയത്താണ് സൂറത്തുൽ അഹ്സാബിലെ. നമ്മളൊക്കെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ജുമുഅ ഖുതുബയിലൊക്കെ കേൾക്കാറില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമേ. വഖൂലൂ ഖൗലൻ സദീദാ, നീതിയും നന്മയും ന്യായവും മാത്രമേ നിങ്ങൾ പറയാവൂ. മാന്യമായ വാക്കുകളെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും, അല്ലാഹു നിങ്ങളുടെ അമലുകളെ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹ്, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അളീമാ, ഏറ്റവും വലിയ വിജയം അവരുടെ വിജയമാണ്. ഏറ്റവും വലിയ വിജയം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരുടെ വിജയമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് അങ്ങനെ വിജയം തരട്ടെ, അള്ളാഹുവിൻ്റെ സഹായം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റഷീദാണ്. റഷീദായ അള്ളാഹുവിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, അള്ളാഹു മാർഗദർശനം നൽകുന്നവനാണ്. അള്ളാഹു റുഷ്ദ് എന്ന് പറഞ്ഞാൽ അസ്സലാഹു വൽ ഇസ്തിഖാമ, വഴിതെറ്റിപ്പോകുന്നതിനാണ് ഗയ്യ്, ദലാലത്ത് എന്ന് പറയാ. വലദ്ദാല്ലീൻ, വഴിതെറ്റിപ്പോകുന്നവർ. അതിൻ്റെ ഓപ്പോസിറ്റാണ് റുഷ്ദ്. നമ്മൾ GPS നോക്കിയിട്ട് യാത്ര ചെയ്യുന്നു. റോഡ് സൈഡുകളിൽ നമുക്ക് മാർഗരേഖകളുണ്ട്, സൈൻ ബോർഡുകളുണ്ട്. ഇത് നോക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം വെറുതെ കറങ്ങിത്തിരിയും, ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തൂല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഷീദാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഏതാണോ വിജയത്തിൻ്റെ വഴിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് പഴച്ചു പോവില്ല. തൗറാത്തിലെ ഒരു പേജ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഉമർ തങ്ങൾ നബി തങ്ങളോട് വന്ന് ചോദിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഇതൊന്ന് നോക്കി, ഇതിൽ ഹിക്മത്തുണ്ട്, തത്വജ്ഞാനങ്ങളുണ്ട്, അറിവുണ്ട്, കൗതുകമുള്ള വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചമന്നുവെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. തങ്ങൾ ദേഷ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം അന്ന് തന്നെ നിലവിലില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിൻ്റെ ഏടുകൾ കയ്യിൽ പിടിച്ചിട്ട് വിശുദ്ധമായ ഖുർആൻ മുമ്പിലുണ്ടായിരിക്കെ എന്തിനാണ് ഉമർ എന്നവരെ നിങ്ങൾ തൗറാത്തിലേക്ക് പോകുന്നത്? ഫീഹി ഹുദൻ, നിങ്ങൾക്ക് സന്മാർഗദർശനം അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഇല്ലയോ? എന്നിട്ട് പറഞ്ഞു, ഈ കിതാബ് ഇറങ്ങിയ നബി ആരാന്നറിയോ? നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, സാക്ഷാൽ മൂസാ നബി തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. വിശുദ്ധ ഖുർആൻ അവിടെ ഉണ്ടെങ്കിൽ മൂസാ നബി തൗറാത്ത് പിടിച്ചിട്ടല്ല നടക്കുക. മൂസാ നബി അലൈഹിസ്സലാം ഖുർആനായിരിക്കും പിൻപറ്റുകയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ
അത്ഭുതകരമാണ്. ഓരോ തവണയും ഖുർആൻ ഓതുമ്പോഴേ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് പുതിയ പുതിയ തലങ്ങൾ നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹൃദയത്തിന് നൽകുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് തങ്ങളുടെ വഫാത്തിന് ശേഷം സന്മാർഗ ദർശനം മനസ്സിലാക്കാൻ ഇനി എന്താണുള്ളത് എന്നതിനെ സംബന്ധിച്ച് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബും വസുന്നത്തു റസൂലില്ലാ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തും ഇവിടെ ബാക്കിയുണ്ട്. പിന്നെ വഫഹ്മൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ച് ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ശരിയായ അറിവുണ്ട്. ആ അറിവും ഇവിടെ ബാക്കിയുള്ളതാണ്. ചില ആളുകൾക്ക് അള്ളാഹു ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും. ഇപ്പോൾ 2000 മരണപ്പെട്ട ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട് ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹിമഹുല്ലാ. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി, ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. വലിയ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വലിയൊരു ആലിമായിരുന്നു. വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജീവിതകാലം ഒരുപാട് ദർസ് നടത്തി. സ്വന്തം നാട്ടിലൊരു പള്ളിയിൽ നിരന്തരം അവർ ഖുർആൻ്റെ തഫ്സീർ ചെയ്തിരുന്നു. മുത്തവല്ലി ഷഅറാവി റഹിമഹുല്ലാ. അറബി അറിയുന്നവർക്കൊക്കെ അദ്ദേഹം ഈജിപ്ഷ്യൻ ഡയലക്റ്റിലാണ് സംസാരിക്കുക. നമ്മുടെ സ്ഫുടമായ അറബി ഭാഷ അല്ല അദ്ദേഹത്തിൻ്റെ സംസാര രീതി, ക്ലാസ് എടുക്കുന്ന രീതി അവരുടെ നാടൻ ഭാഷയിലാണ്. മഹാനവറുകളുടെ തഫ്സീറുണ്ട്, അതിന് പേര് ഖവാത്തിർ എന്നാണ്. ഖവാത്തിർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉദിക്കുന്ന ചിന്തകൾ എന്ന വാക്കിനർത്ഥം. അത് നമ്മളിങ്ങനെ വായിക്കുമ്പോഴല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദുകളൊക്കെ യൂട്യൂബിൽ ഇവിടുത്തെ റേഡിയോയിലൊക്കെ വരാറുണ്ട്. കേൾക്കുമ്പോഴേ നമുക്കെന്നെ മനസ്സിലാവും, സുബ്ഹാനല്ലാഹ്, ഇത് അല്ലാഹു ഹൃദയത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന അറിവാണ്. ഔഫഹുമൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാ. ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെയോ ആലിമിൻ്റെയോ തഫ്സീറുകൾ അവിടെ വെച്ചിട്ട് അതിന്മേൽ മഹാനവറുകൾ ബിൽഡ് ചെയ്യുന്ന ആശയങ്ങളുണ്ട്. വളരെ മനോഹരമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബ്, അതിൻ്റെ അറിവ് അവസാനിച്ചിട്ടില്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ അകക്കാമ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അലി റളിയല്ലാഹുവിൻ്റെ ഈ വാക്ക് പുലർന്നതായിട്ട് കാണാൻ പറ്റും. ഔഫഹുമൻ യുഅ്തൽ അബ്ദു ഫീ കിതാബില്ലാ. അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു റാഷിദാണ്, റഷീദാണ്. റാഷിദ് എന്ന വാക്കിൻ്റെ ഫഈൽ എന്ന് പറയുന്ന വസനാണ് റഷീദ്. റാഷിദ് എന്ന് പറഞ്ഞാൽ ശരിയായ ചിന്തയുള്ള ആളെന്നാണ്. റഷീദ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകൾക്കും എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായ മാർഗദർശനം മുഴുവനും കൊടുക്കുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്. അല്ലാഹു ജല്ല ജലാലുവിൻ്റെ മാർഗദർശന പ്രകാരമാണ് ഉറുമ്പുകൾ അടക്കം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഉമ്മത്തുൻ, സമുദായങ്ങളാണ്. ഉറുമ്പുകൾ ഒരു സമുദായമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങളെപ്പോലെയുള്ള സമുദായങ്ങളാണ് ഉറുമ്പുകൾ. അവകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, അവകൾക്കിടയിൽ ലീഡർഷിപ്പ് ഉണ്ട്, അവർക്ക് ടാസ്കുകളുണ്ട്. തേനീച്ചകളുടെ ലോകം അത്ഭുതമുള്ള ലോകമാണ്. ജീവജാലങ്ങളുടെ ലോകം അത്ഭുതമാണ്. അവകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആ ജന്മനാ ഉള്ള ഒരു ജന്മവാസന, അതിനാണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് അവകൾ ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ പ്രോഗ്രാമിംഗ് നടത്തുന്നത് അല്ലാഹു ജല്ല ജലാലുവിൻ്റെ അപാരമായ അള്ളാഹുവിൻ്റെ വലിയൊരു ഖുദ്റത്താണ്. അള്ളാഹു റഷീദാണ്. സുബ്ഹാന ജല്ല ജലാലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയട്ടെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ത്ഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ് വസ്സലാത്തു നൂറുൻ വസ്സദഖത്തു ബുർഹാനുൻ വസ്സബ്റു ളിയാഉൻ വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക കുല്ലുൻ നാസി യഗ്ദു ഫബായിഉ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ എന്നത് പ്രകാശമാണ്. ഇസ്ലാം ഒരു പ്രകാശമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ത്ഹൂറു ശത്റുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതി തന്നെ ശുദ്ധിയാണ്. ഹൃദയം ശുദ്ധിയാവുന്നു, ശരീരം ശുദ്ധിയാകുന്നു, പരിസരങ്ങൾ ശുദ്ധിയാവുന്നു. ആ ശുദ്ധിയുടെ മേൽ
എടുക്കപ്പെടുന്നതാണ് വിശ്വാസം. ശുദ്ധമായ ഹൃദയത്തിലേക്കാണ് ഈമാൻ വരുന്നത്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഹക്കീമേ അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത ആളാണ്. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. കാന യഖിറു ദൈഫ് ദൈഫാൻ, അതിഥികൾക്ക് എത്ര വേണമെങ്കിലും ഭക്ഷണം വാരി വിളമ്പി കൊടുക്കും, എത്ര വേണമെങ്കിലും കൊടുക്കും. മലയുടെ മുകളിൽ തീ കത്തിക്കും. അപ്പോൾ യാത്രക്കാർ തീ കാണും. യാത്രക്കാർക്ക് മലമുകളിൽ തീ കണ്ടാൽ സന്തോഷമാണ് അന്നത്തെ കാലം. എന്നാൽ നമ്മളെ പോലെ മരങ്ങളുള്ള മലകളല്ലല്ലോ, പാറമലകളാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തീ കത്തിച്ചാൽ അത് അറബികൾ ചെയ്യുന്നൊരു അടയാളമാണ്. ആ തീ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉദാരമനസ്കനായൊരു മനുഷ്യൻ വഴിയാത്രക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് നാറു ഖിറാ ദൈഫിൻ അലാ അലമി എന്നൊക്കെ ബുസ്രി ഇമാം ബുർദയിൽ പറഞ്ഞത്. പർവ്വതത്തിൻ്റെ മുകളിൽ തീ കണ്ട പോലെ എന്ന് പറഞ്ഞാൽ ഔദാര്യത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ വാരിക്കോരി കൊടുക്കും. അപ്പോൾ ആ തീ കണ്ടാൽ അവിടെ കുടിച്ചെന്നാൽ മതി. അത് മരത്തിന് തീ പിടിച്ചതല്ല, കാരണം മരങ്ങളില്ലല്ലോ. അപ്പം ഇവർ വിളിച്ചറിയിക്കാൻ ചെയ്യുന്ന പണിയാണത്. അവിടെ കുറച്ച് തീയിട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ തീ കണ്ടു കഴിഞ്ഞാൽ യാത്രക്കാർ ആ വഴിക്ക് വരും. അപ്പോൾ അവിടെ താഴെ ഭക്ഷണം ഉണ്ടാവും, കഴിച്ചു പോവുക. ആര് എന്തെന്ന് ചോദിക്കൂല. നമ്മൾ 1-2 ചരിത്രങ്ങൾ പറഞ്ഞില്ലേ, ഇങ്ങനെ പേര് ചോദിക്കാതെ ഭക്ഷണം കൊടുത്തതൊക്കെ. ഇവിടെ തന്നെയല്ലേ പറഞ്ഞേ? അല്ല, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമൊക്കെ പറഞ്ഞില്ലേ? അബൂദർ റളിയല്ലാഹു നാട്ടിൽ പറഞ്ഞ ഇവിടെയല്ല, ഏതായാലും കേട്ടുകണല്ലോ. നാട്ടിലാ പറഞ്ഞേ? അമവികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ, ഇബ്രാഹിം ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ ബിൻ ഹക്കം 6 മാസം വരെ പേര് ചോദിച്ചില്ല. ആ മനുഷ്യൻ്റെ പേരെന്താണെന്ന് ചോദിച്ചില്ല അല്ലേ? അഭയം തേടി വന്നതാണ്. വീട്ടിൽ അഭയം കൊടുത്തു, വാതിൽ തുറന്നിട്ട് കൂഫയിലേക്ക് വന്നു. കൂഫയിൽ നിന്ന് ബസ്രയിലേക്ക് വന്നു. ബസ്രയിൽ അഭയം തേടി അവിടെ നിന്ന് കൂഫയിലേക്ക് രക്ഷപ്പെട്ടു. ഒരു വാതിൽ തുറന്നെടുക്കുന്നത് കണ്ടു, അതിൽ അങ്ങ് കയറി ചെന്നതാണ്. അബ്ബാസികളും അമവികളും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അമവികളുടെ ഭരണം അവസാനിച്ച് അബ്ബാസികൾ അധികാരത്തിലേറിയപ്പോൾ അബുൽ അബ്ബാസിൻ്റെ ആളുകൾ അബ്ബാസ് തങ്ങളല്ല, അബുൽ അബ്ബാസ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ആളുകൾ അമവികളെ മുഴുവനും കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ആളായിരുന്നു ഇബ്രാഹിം ബിനു അബ്ദുൽ മലിക് ബിൻ മർവാൻ ബിൻ ഹക്കം. ഇവിടെ തന്നെ പറഞ്ഞു, എൻ്റെ ഓർമ്മ ഇല്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ ഓടി രക്ഷപ്പെടുകയാണ്. ഷാമിൽ നിന്ന് ഓടി അദ്ദേഹം, ഇബ്രാഹിം എന്ന് പറയുന്ന ആള് കൂഫയിൽ അഭയം പ്രാപിച്ചു. എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അമവി ഭരണാധികാരികളുടെ കുടുംബക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ കണ്ടാൽ കൊല്ലും. ഒരുപാട് ആൾ കൊല്ലപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അഭയം തേടി ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ വലിയൊരു സംഘം ആളുകൾ കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി ഇയാളെ പിടിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കൂഫയിലേക്ക്. കിലോമീറ്ററുകളോളം ഓടി കൂഫയിലെത്തിയപ്പോൾ വീടുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ വാതിലുകളൊന്നും മുട്ടിയിട്ട് ആരും തുറക്കുന്നില്ല. അങ്ങനെ ഒരു വീടിൻ്റെ അരവാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഇയാളങ്ങ് കയറി അവിടെ ഇരുന്നു. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് കടക്കട്ടെ, കടന്നോളൂ എന്നും പറഞ്ഞു. അകത്തുനിന്ന് മൂപ്പരങ്ങ് കയറിയിരുന്നു. അവിടെ ഭക്ഷണം എടുക്കട്ടെ എന്നാണ് ചോദിച്ചത് വീട്ടുകാരൻ. കുടിക്കാൻ വെള്ളം വേണ്ടേ? അപ്പോൾ വെള്ളവും ഭക്ഷണം കൊടുത്തു. വിശ്രമിച്ചോളൂട്ടോ, നമ്മൾ കടന്നോളൂ. അറബികളുടെ ആ ധൈര്യവും ആ ഒരു ഹോസ്പിറ്റാലിറ്റി ആലോചിച്ച് നോക്കി. നാട് ഏതാണ്? ആധാർ കാർഡ് ചോദിക്കണില്ല, പാസ്പോർട്ട് കോപ്പി ചോദിക്കണില്ല, പത്താക്കണ്ടോ എന്ന് ചോദ്യമില്ല. കയറി ഇരുന്നോ എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുക്കുകയാണ്. കിടന്നോന്നും പറഞ്ഞു. വീട്ടിൽ താമസിപ്പിച്ചു. 1 മാസം കഴിഞ്ഞു. 2 ആളും അങ്ങോട്ടും കൊണ്ട് പേര് ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ പേരെന്താ, നാടെന്താന്ന് ചോദിച്ചില്ല. ആറ് മാസത്തോളായി. ഇയാൾക്ക് ഭക്ഷണം കഴിക്കും, പകല് പുറത്ത് പോകും, വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ 6 മാസത്തോളം സമയമായപ്പോഴേ സുബ്ഹാന ജല്ല ജലാലു ഈ മനുഷ്യന് വല്ലാത്ത ഇത്രയും കാലം എങ്ങനെ നിൽക്കുക, പോണ്ടേ?
അപ്പോൾ വീട്ടുകാരനൊരു കഥ പറഞ്ഞു. അമവികളിൽ എൻ്റെ വാപ്പയെ കൊന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ കിട്ടിയാൽ അയാളെ ഞാൻ കൊല്ലും. അപ്പോൾ ആരായത്? ഈ അതിഥിൻ്റെ പേരാണ് പറയണത്. ഇബ്രാഹിം ഇബ്ൻ അബ്ദുൽ മലിക് ഇബ്ൻ മർവാൻ ഇബ്ൻ ഹക്കം എന്ന പേര്. അദ്ദേഹം പറഞ്ഞു, അബ്ഷിർ, സന്തോഷിച്ചോളി, നിങ്ങളെ തേടി നടക്കുന്ന മനുഷ്യൻ ഞാനാണ്. നിങ്ങളോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ വേഗം ഇറങ്ങി ഓടിക്കോ, കാരണം ഞാൻ എൻ്റെ അതിഥിയെ കൊന്നു എന്നെനിക്ക് പറയേണ്ടി വരും. അത് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെൻ്റെ അതിഥിയാണ്, എൻ്റെ അതിഥിയെ ഞാൻ ഒരിക്കലും കൊല്ലൂല. എന്നാൽ എൻ്റെ വാപ്പയുടെ ഘാതകനെ എൻ്റെ മുമ്പിൽ കണ്ടാൽ എനിക്ക് കണ്ടെക്കാനും പറ്റില്ല. അതുകൊണ്ട് പറ്റുന്ന സാധനങ്ങൾക്ക് എടുത്തോളൂ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം നിന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു. 6ാമത്തെ മാസമാണ് പേരെന്താന്ന് ചോദിക്കുന്നത്. അതുവരെ അഭയം പ്രാപിച്ചു വന്ന ആളല്ലേ, അയാൾക്ക് വെള്ളവും വെളിച്ചവും അയാളോട് അങ്ങോട്ട് ചോദിച്ചില്ല, അയാൾ ഇങ്ങോട്ട് പറഞ്ഞതുമില്ല, ചോദിച്ചില്ല എന്നാണ്. ഇതൊക്കെ അറബികൾക്കിടയിൽ കാണുന്ന വലിയൊരു നന്മയാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ കൾച്ചർ അങ്ങനെയാണ്. സ്ട്രേഞ്ചേഴ്സിനെ ദേ ആർ സോ ഹോസ്പിറ്റബിൾ ടു സ്ട്രേഞ്ചേഴ്സ്. കാരണം മരുഭൂമിയിലൊക്കെ ഒരു പരിചയമില്ലാത്ത ആളുകൾ തമ്മിലായിരിക്കും അവരുടെ യാത്രയിൽ പരിചയപ്പെടുക. അവർക്ക് വെള്ളം വേണം, അവരോട് ചോദിക്കണം, ഇനി ഇവിടുന്ന് വിട്ടാൽ എത്ര കിലോമീറ്റർ, എത്ര ഫർസഖ് കഴിഞ്ഞിട്ടാണ് അടുത്ത കിണറുള്ളത്, എവിടെയെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോ, ഇതൊക്കെ അവർ ചോദിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒരു പരിചയമില്ലാത്ത ആളുകളുമായിട്ടാണ്. അതുകൊണ്ട് അറബികൾ ഒരു പരിചയമില്ലാത്ത ആളുകൾക്കും അവർ ഉപകാരം ചെയ്യുന്നവരാണ്. വെരി ഹോസ്പിറ്റബിൾ ടു സ്ട്രേഞ്ചേഴ്സ്. നമ്മളൊന്നും സ്ട്രേഞ്ചേഴ്സിനെ അങ്ങനെ എൻ്റർടൈൻ ചെയ്യൂല, നമുക്ക് ധൈര്യം വരില്ല. ആളെന്നെ കൊല്ലാൻ വന്നതാണെന്ന് ആദ്യം ചിന്തിക്കുക, എന്നെ ഉപദ്രവിക്കുമോ നമ്മൾ. അവർക്ക് പേടില്ല. ചരിത്രത്തിലെ വലിയ ഹക്കീം ഇബ്നു ഹിസാമിനെ കുറിച്ച് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറയാം. അദ്ദേഹം അതിഥികൾക്ക് വാരിക്കോരി ഭക്ഷണം കൊടുത്തിരുന്ന ആളാണ്. അങ്ങനെ നബി തങ്ങളോട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, പുണ്യ നബിയെ, ഞാൻ ജാഹിലിയ്യത്തിൽ ചെയ്ത ആ നന്മകൾ എനിക്ക് ഉപകാരപ്പെടുമോ? അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അന്നൊന്നും ഞാൻ മുസ്ലിമല്ല. വഹൽ യൻഫഉനി ദാക്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹക്കീമേ, അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. നിങ്ങൾ ചെയ്തു വെച്ച നന്മയുടെ മുകളിലാണ് നിങ്ങൾക്ക് അല്ലാഹു ഇസ്ലാം തന്നത്. നിങ്ങൾ ചെയ്തു വെച്ച നന്മ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് നന്മ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഹിദായത്ത് നിലനിന്ന് കിട്ടാനും അവരേറ്റവും അർഹതയുള്ളവരാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നിലനിർത്തി. പക്ഷേ എന്തെങ്കിലും ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, യൗവന കാലഘട്ടങ്ങളിൽ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന നന്മകൾ, അത് എത്ര ഇസ്ലാമിന് അന്യമായ ആളുകളാണെങ്കിൽ തന്നെയും എപ്പോഴെങ്കിലും ഹിദായത്ത് ലഭിക്കാൻ അത് കാരണമാവും. ഒരുപക്ഷെ നമ്മളൊന്നും അറിയുന്നുണ്ടാവില്ല, അവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ടുണ്ടാവും, നമുക്കറിയാൻ പറ്റില്ല. അവർക്കറിയാം, ഒരുപക്ഷെ അവർ പുറത്തു പറയില്ല. നന്മ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹിദായത്തിൻ്റെ സാധ്യത 99% ഉണ്ടെന്നാണ്. അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. നിങ്ങൾ ചെയ്ത നന്മയുടെ മുകളിലാണ് ഹക്കീമെ നിങ്ങൾക്ക് അല്ലാഹു തആല ദീൻ തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആ ഒരു പ്യൂരിറ്റി നിലനിർത്തുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ്. അത്വഹൂറു ശത്റുൽ ഈമാൻ. അതുകൊണ്ട് ഈമാനിൻ്റെ പകുതി എന്ന് പറയുന്നത് ശുദ്ധിയാണ്, വൃത്തിയാണ്. അത് പറയുമ്പോൾ ഫിസിക്കൽ നമ്മൾ ബാത്റൂമിൽ വൃത്തിയാക്കുന്ന കാര്യമാണെന്ന് തോന്നിപ്പോകും. അല്ല, എല്ലാ തരത്തിലുമുള്ള മനുഷ്യൻ്റെ ശുദ്ധിയാണ്. അത്വഹൂറു ശത്റുൽ ഈമാൻ. ഹൃദയത്തിൻ്റെ വിശുദ്ധി, നാവിൽ, വാക്കിൽ നമ്മൾ കാണിക്കുന്ന വിശുദ്ധി, നമ്മുടെ ചിന്തകളിൽ കാണിക്കുന്ന വിശുദ്ധി, പൈശാചികമായ ചിന്തകൾ താലോലിക്കാതിരിക്കുക, പിശാചിന് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറയാതിരിക്കുക. ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും, പക്ഷേ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ പറയാതിരിക്കുക. അത്വഹൂറു ശത്റുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നത് മീസാനെ നിറക്കും, തൂക്കും. മീസാൻ, അള്ളാഹുവിൻ്റെ നന്മ തൂക്കുന്ന തുലാസ് നിറയാൻ മാത്രം ഒരു അൽഹംദുലില്ലാഹ് മദീനാണ്. വീണ്ടും ചൊല്ലിയ വീണ്ടും അതിൽ നിറയും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈനസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ നിറയാൻ മാത്രം സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും മതി. ഒരു സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ആകാശഭൂമികൾക്കിടയിൽ നിറയുന്നതാണ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ചൊല്ലിയപ്പോൾ എന്താവും, രണ്ടാമത്തെ ചൊല്ലിയ എന്താവുന്ന സംശയം വേണ്ട. ഏതുപോലെ ഈ ഹാളിൽ ഒരു ലൈറ്റ് ഇട്ടാൽ അവിടെ ഫുള്ള് വെളിച്ചം കിട്ടൂലേ? 2 ബൾബ് ഇട്ട് എന്താവും? 4 ഇട്ടു, 1000 ബൾബ് കത്തിച്ചു എന്ന പോലെയാണത്. എന്നിട്ട് പറഞ്ഞു, വസ്സലാത്തു നൂർ.
നിസ്കാരം എന്നത് പ്രകാശമാണ്. വസ്വലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. പ്രകാശം എവിടെ ആവശ്യമുള്ളത്? ഇരുട്ടിലാണ് പ്രകാശം വേണ്ടത്. നിസ്കാരം പ്രകാശമാണ്. സ്വദഖത്തു ബുർഹാൻ, സ്വദഖത്തു ബുർഹാൻ. നമ്മൾ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജാഹിലിയ കാലത്ത് മുസ്ലിമായി നടന്ന, ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൽ വിശ്വസിച്ചൊരു മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞില്ലേ അല്ലേ? ഉമർ റളിയല്ലാഹുവിൻ്റെ അളിയൻ്റെ ഉപ്പ ഫാത്തിമ ബിൻതുൽ ഖത്താബ്. അദ്ദേഹം എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് കഅബാലയത്തിന് മുമ്പിൽ വന്ന് അങ്ങോട്ട് വീകും, മുഖത്തിന്മേലങ്ങ് വീഴും. എന്നിട്ട് പറയും, അല്ലാഹുവേ ലൗ അലിംതു അഹബ്ബൽ വുജൂഹി ഇലൈക് ലഅബദ്തുക ബിഹാ. പടച്ചവനെ, നിന്നെ ആരാധിക്കേണ്ട ശരിയായ ഏറ്റവും നല്ല രീതി, രൂപം ഏതാണ് എന്ന് എനിക്കറിയുമായിരുന്നുവെങ്കിൽ. അദ്ദേഹം ഇത് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വരുന്നതിൻ്റെ മുമ്പാണ്. അദ്ദേഹം ഇബാദത്ത് ചെയ്യുമായിരുന്നു, നിസ്കരിക്കുമായിരുന്നു. എങ്ങനെ നിസ്കാരം? ഫാത്തിഹ ഇതൊന്നും അറിയില്ല. സുജൂദും റുക്കൂഉം എങ്ങനെ ചെയ്യേണ്ടത് അതൊന്നും അറിയില്ല. അദ്ദേഹം മുഖം കുത്തി വീഴും മണ്ണിൽ. എന്നിട്ട് പറയും, ലോകത്തെ പടച്ചവനായ അല്ലാഹുവേ, ഇത് നിനക്കുള്ള എൻ്റെ ആരാധനയാണ്, എനിക്കിങ്ങനെ ചെയ്യാൻ അറിയുള്ളൂ. ഒരു നബിയുടെ ദഅവത്തോ റിസാലത്തോ കിതാബോ ഒന്നും അന്ന് മക്കയിലില്ല. അദ്ദേഹത്തിന് തോന്നി ബിംബാരാധന ശരിയല്ല എന്ന്. അങ്ങനെ അദ്ദേഹം ഏകനായ അല്ലാഹുവിന് ഇബാദത്ത്. അദ്ദേഹം ജാഹിലിയ കാലത്ത് ജീവിച്ച മുവഹിദാണ്, തൗഹീദിൻ്റെ ആളാണ്. അദ്ദേഹം സ്വഹാബിയല്ല, പക്ഷേ റളിയല്ലാഹു അൻഹു എന്ന് പറയാം, റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാം. സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. നിസ്കാരം ഒരു ഇബാദത്താണ്. നിസ്കാരം ഒരു പ്രകാശമാണ്. സ്വലാത്തു നൂറുൻ. നിസ്കാരം കൊണ്ട് അങ്ങനെ ഒരു പ്രകാശം നമ്മുടെ ഖൽബിലേക്ക് കിട്ടുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സുജൂദിൽ നമ്മൾ തലവെച്ച് എണീക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലുമ്പോൾ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം റബ്ബേ നിൻ്റെ വിഷയമാണ്, അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. ഏറ്റവും ഉന്നതങ്ങളിലുള്ള അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഞാൻ ഏറ്റവും താഴെയാണ്, ഞാൻ മണ്ണിലാണ് തലവെച്ചിട്ടുള്ളത്. ഞാൻ ഏറ്റവും അസ്ഫലു സാഫിലീൻ, അല്ലാഹു അഅ്ലൽ അല്ലിയീൻ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. നമ്മൾ അല്ലാഹു ഏറ്റവും മീതയാണ്, നമ്മൾ ഏറ്റവും താഴെ കിടക്കുമ്പോഴാണ് പറയുന്നത് അല്ലേ? സ്വലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാണ്. ഈ അടുത്തൊരാൾ ഇസ്ലാം സ്വീകരിച്ച ഒരു അനുഭവം, ഒരു വെസ്റ്റേൺ, അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല, പക്ഷേ അദ്ദേഹം തൻ്റെ അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ 1-2 ഫ്രണ്ട്സ് അവർ നിസ്കരിക്കാൻ സമയമായപ്പോൾ അവർ നിസ്കരിക്കാൻ വേണ്ടി അന്ന് റോഡിൻ്റെ പുറത്ത്, ഒരു യൂറോപ്യൻ രാജ്യത്താണ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇവർ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളുടെ ഒരു പ്രിൻ്റ് ഇംഗ്ലീഷിലുണ്ടായിരുന്നു. ഫാത്തിഹൻ്റെ അർത്ഥവും സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅ്ല, അതിൻ്റെയൊക്കെ ദിക്റുകളുടെ മഅന ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ പ്രാർത്ഥിക്കൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ ഞങ്ങൾ എന്താ പറയണമെന്ന് വേണമെങ്കിൽ കേട്ടോളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ഇബാദത്ത് ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ നിസ്കാരമുണ്ട് എന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ ആരാധനയുണ്ട്, മനുഷ്യൻ സൃഷ്ടാവിന് ചെയ്യുന്ന പരമപ്രധാനമായ പ്രണാമം. അദ്ദേഹം പറയും, ഞാൻ ആ നിസ്കാരമൊക്കെ കണ്ടു, എനിക്കൊന്നും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ വീട്ടിലേക്ക് വന്നു, ഞാൻ ഈ പേപ്പർ ഒന്നുകൂടെ എടുത്തു, അവിടെ വെച്ചിരുന്നു, ഒന്നുകൂടെ എടുത്തു നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അതിനർത്ഥമൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കി. In the name of Allah, the entirely merciful, the specially merciful. Alhamdulillahi Rabbil Alameen. Praise be to God, who is the Lord of the worlds. അങ്ങനെ അദ്ദേഹം അതിൻ്റെ മായനകൾ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. റുക്കുവിലേക്ക് പോകുന്ന പൊസിഷനും അതിൽ പറയുന്നതും. അദ്ദേഹം പറയാ, ഞാൻ കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ വായിക്കുന്നു, എനിക്ക് ഖുർആൻ്റെ ഒരു കോപ്പി വേണമെന്നായി, ഞാനത് സംഘടിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ഞാൻ ഒരു തവണ വായിച്ചു. അത് എളുപ്പമായിരുന്നില്ല, കാരണം ഒരുപാട് പേജുകളുണ്ട്. പക്ഷെ ഞാൻ ഇരുന്ന് ഞാൻ വായിച്ചു. എനിക്ക് നിസ്കരിക്കണമെന്ന് തോന്നി. അദ്ദേഹം പറയാ, ഞാൻ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. അപ്പോഴേക്കും എൻ്റെ കണ്ണിന്ന് കണ്ണുനീർ
ഒഴുകി വരാൻ തുടങ്ങി. എനിക്ക് കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു അരമണിക്കൂറോളം കരഞ്ഞു. ഞാൻ നിസ്കരിച്ചില്ല, പിന്നെ അവിടെ ഇരുന്നു, എന്നെക്കൊണ്ട് പറ്റിയില്ല. അരമണിക്കൂറോളം ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്തു, എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരൻ നിസ്കരിച്ചത് അങ്ങനെ ഒന്ന് നിസ്കരിക്കാൻ. രണ്ടാമത്തെ തവണ വീണ്ടും എനിക്ക് കരച്ചിൽ വന്നു. അങ്ങനെ ഞാൻ സ്വയം ഈ ആരാധനയുടെ പൊസിഷനും അത് പറയുന്ന വാചകങ്ങളും ചൊല്ലിയപ്പോഴേ ഇത് എത്രത്തോളം മനോഹരമായ വാക്കുകളാണ് നമ്മൾ ഈ ഉച്ചരിക്കുന്നത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഖുർആൻ സൂറകളുടെയും ഫാത്തിഹയുടെയും അത്തഹിയാത്തിൻ്റെയും ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് സോ പവർഫുൾ. അങ്ങനെ അദ്ദേഹം അവിടുത്തെ ലോക്കൽ, അവിടുത്തെ ഇസ്ലാമിക് സെൻറ്ററിൽ ചെന്നിട്ട്, അവിടുത്തെ ന്യൂ മുസ്ലിം സെൻറ്ററിൽ ചെന്നിട്ട് അദ്ദേഹം തൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ്. അദ്ദേഹം പറഞ്ഞു, എന്നെ ആകർഷിച്ചത് ഇസ്ലാമിലെ ഈ ആരാധനയുടെ ഭംഗിയാണ്. നമുക്കെപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇതിന് ഭയങ്കര ഭംഗിയുണ്ട്, നിസ്കാരത്തിന് ഇത്ര ഭംഗിയുണ്ട്? നമ്മൾ നിൽക്കുന്നതും ഇങ്ങനെ റുക്കൂഇൽ നിൽക്കുന്നതും സുജൂദിലേക്ക് എത്തിയതാലും സുജൂദിൽ പോകുന്നതും അത്തഹിയാത്തും അവിടെ ഇരുന്ന് ചൊല്ലുന്നതും നമ്മുടെ അനക്കവും അടക്കവും നമ്മൾ കഅബയെ ഫേസ് ചെയ്യുന്നതും ഓരോ വാക്കുകളും. അതുകൊണ്ടാണ് വസ്വലാത്തു നൂറുൻ, നിസ്കാരം ഒരു പ്രകാശമാണ്. ഇത് കാരുണ്യവാനായ അള്ളാഹു, റഷീദായ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ ഹൃദയങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കാൻ അള്ളാഹു നിശ്ചയിച്ച റബ്ബിൻ്റെ വഴിയാണ് നിസ്കാരം. നമ്മൾ